സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയാവുന്നവർ തോറ്റുപോയിട്ടേയുള്ളൂ. തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം മനസ്സിൽ ഞാനെന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിക്ക് യാഥാർത്ഥ്യ ബോധമില്ല. ബുദ്ധിമാന്മാർ അറിയാത്തത് കൊണ്ടല്ല പിന്മാറുന്നത്. വിഡ്ഢികളോട് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നെങ്കിൽ അവരെ പോലെ ആകണം, അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും. ഇത് രണ്ടും കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അവർ പിന്മാറുന്നത്. പുഞ്ചിരിയും മൗനവും ജീവിതത്തിലെ രണ്ട് ആയുധങ്ങളാണ്. പുഞ്ചിരി നല്ല ബന്ധങ്ങൾ ഉണ്ടാകുവാനും മൗനം നല്ല ബന്ധങ്ങൾ തകർക്കാനും ഉപകാരപ്പെടും. ആരെയും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം. മറ്റു പലർക്കും അത് തെറ്റായി തോന്നിയേക്കാം. എന്നാൽ അത് നമ്മുടെ കുറ്റമല്ല. പ്രതികരണം എന്തായിരിക്കുമെന്ന് ഓർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്ന് വരില്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സിലാകുമ്പോഴും നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോഴും. ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക. പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യർ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. സംഭവിച്ചത് എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല, തനിച്ചു നടന്നപ്പോൾ പിന്നിൽ നിന്നും വിളിക്കാൻ പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം. സ്ത്രീകൾക്ക് പുരുഷനെ കീഴ്പ്പെടുത്താൻ വെറും 2 കാര്യങ്ങൾ മതി. 1 സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, 2 മുതലക്കണ്ണീർ. മാനസിക സംഘർഷത്തിനു വേണ്ടി നിങ്ങളുടെ ഊർജം ഉപയോഗിക്കാതിരിക്കുക. പകരം വിശ്വാസം, സൃഷ്ടി, വളർച്ച, സ്നേഹം, പരിപാലനം എന്നിവയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഊർജം പ്രയോജനപ്പെടുത്തുക.